വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെ നമുക്കൊന്നു ചേർന്ന കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ സ്വർഗം നൽകുന്ന ഈ അവസരത്തിനായിട്ട്. കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവായി വെളിപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദൈവമക്കളെ. നമ്മുടെ കുടുംബ അന്തരീക്ഷം മുഴുവൻ ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുക. പൊന്നുപിതാവേ, അവിടുത്തെ പ്രിയ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലായിരുന്നു നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തിരുമുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് മേൽ അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങളെ നീട്ടണമേ. വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുടെ മേൽ, ഞങ്ങൾ നിരവധിയായ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങളെ നീട്ടണമേ. മാർക്കോസ് 16:20 വാഗ്ദാന പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവിടുത്തെ വാക്കുകളെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നമുക്കൊന്നു ചേർന്ന് മനം തുറന്ന് കർത്താവിന് മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മ നിറവിൽ ആനന്ദമുള്ളവരായി കർത്താവിനെ പാടി ആരാധിക്കാം. കുടുംബമായി, കുടുംബത്തിലുള്ളവരൊക്കെ ഈ സമയം കരങ്ങൾ അടിച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുക. എല്ലാവരും ഒന്ന് ചേർന്ന് ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. ചേർന്ന് പാടാം. മനസ്സിലാക്കുന്നു നീ തന്ന ഈ ജീവിതത്തിന്റെ അർത്ഥം. ആ ബോധ്യത്തോടെ പാടുകേ, അത് തിരിച്ചറിഞ്ഞ് ഒന്ന് ചേർന്ന് പാടാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. എല്ലാവരും നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. ആ ബോധ്യത്തോടെ പാടിയേ. കാര്യം 10 ഓ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നീ വിശ്വാസം തെളിവാക്കി. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചേ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. കരമുയർത്ത എല്ലാ കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയരട്ടെ. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഒരു സ്വർഗീയ അഭിഷേകം കർത്താവ് പകരുകയാ. ഇതാ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ കരം നീട്ടപ്പെടുകയാ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുകയാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരികയാ. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ഇതാ കർത്താവ് അത്ഭുതകരമായി ഇടപെടുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. പാപത്തിന്റെ, രോഗത്തിന്റെ, ചില ശാപബന്ധനത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രവർത്തിക്കണമേ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന നിന്റെ പൊന്നു മക്കളുടെ കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കണമേ. ഹൃദയത്തിന്റെ വേദനകളെ, ഭാരങ്ങളെ, നൊമ്പരങ്ങളെ കർത്താവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു, ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു, ദൈവ
ദൈവശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. അഭിഷേക നിറവിന് വേണ്ടി പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേ. ഹല 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 ഹല. പ്രവർത്തിക്കണമേ കർത്താവേ, പ്രവർത്തിക്കണമേ കർത്താവേ. നിന്റെ മക്കളുടെ മേൽ, ഇവിടെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ, വിഷയത്തിന്റെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പ്രവർത്തിക്കണമേ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ മഹത്വം കൊണ്ട് പൊതിയണമേ. അവിടുത്തെ തിരിച്ചോരയുടെ മറവിൽ മറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ, വിശുദ്ധ ഔസേപ്പേ, ഈ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാനായി പോകുന്നത് പ്രാർത്ഥനയുടെ സാധ്യതയെ കുറിച്ചാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് പ്രാർത്ഥനയിൽ വളരണമെന്ന്. ചിലർക്ക് പലരും എന്നോട് പറയാറുണ്ട്, സഹോദരൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. നമുക്ക് പലർക്കും അറിയാം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ദൈവപ്രവർത്തികളെ കുറിച്ച്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലും ഒരുപാട് ദൈവത്തിന്റെ പ്രവർത്തികളെ, ദൈവികമായ അടയാളങ്ങളെ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ചെങ്കടലുകൾ വിഭജിക്കപ്പെടുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള ജെറിക്കോ കോട്ടകൾ നിലംപതിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുന്ന ജോർദാൻ അത് രണ്ടായി പിരിഞ്ഞു മാറുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു, അടഞ്ഞു കിടക്കുന്ന വഴികളും വാതിലുകളും തുറക്കപ്പെടുന്നു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ്. എന്നാൽ ഇന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയുടെ സാധ്യത. ഇതൊക്കെയാണെങ്കിലും ഇനിയും വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സാധ്യതകൾ പ്രാർത്ഥനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അവിടെ 18-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിൽ ഒരു തിരുവചന ഭാഗം പ്രത്യേകമായി പ്രകാശിപ്പിച്ചു. ഇത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായമാണ്. പഴയ നിയമഭാഗത്ത് ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയുടെ ആഴത്തിലും വളർന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു ദാനിയേല്. അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധിപനായ നബൂഖദ്നേസർ, അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ നബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം മൂലം അവന്റെ ഹൃദയം അസ്വസ്ഥമായി, അവന്റെ മനസ്സ് കലങ്ങി. അവൻ ചിന്തിച്ചു, എന്താണ് ഈ സ്വപ്നത്തിന് അർത്ഥം? അവൻ തന്റെ സേവകരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താൻ കണ്ട സ്വപ്നവും അതിനർത്ഥവും വ്യാഖ്യാനിക്കുവാൻ ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ജ്ഞാനികളെയും കൽദായരെയും വിളിച്ചുകൊണ്ടുവരുവാൻ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയാണ്. രാജവിളംബരം അനുസരിച്ച് ആ സാമ്രാജ്യത്തിലുള്ള എല്ലാ മന്ത്രവാദികളും ആഭിചാരകരും ജ്ഞാനികളും രാജാവിന്റെ സന്നിധിയിലെത്തി. അവർ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, നീ കണ്ട സ്വപ്നം ഞങ്ങളോട് നീ പറയുക.
ഞങ്ങളത് വ്യാഖ്യാനിക്കാം. ഈ സമയത്ത് നെബൂഖദ്നേസർ രാജാവ് തന്റെ മുന്നിൽ വന്ന ജ്ഞാനികളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ രാജാവ് പറഞ്ഞു, എനിക്കൊരു സ്വപ്നമുണ്ടായി, അതിന്റെ അർത്ഥമറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഉടനെ അവര് വീണ്ടും പറഞ്ഞു, സ്വപ്നം ഞങ്ങളോട് പറയേ, ഞങ്ങൾ അതിന് വ്യാഖ്യാനം പറയാം. ഉടനെ രാജാവ് പറഞ്ഞു, എന്റെ വാക്കിന് മാറ്റമില്ല. വാക്യം 5, സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നിങ്ങൾ പറയണം. വ്യാഖ്യാനം മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ രാത്രിയിൽ എന്റെ കിടപ്പറയിൽ വെച്ച് കണ്ട ആ സ്വപ്നം നിങ്ങൾ തന്നെ പറയണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതെങ്ങനെ സാധിക്കാനാണ്? സ്വപ്നം പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം പറയാൻ അത് എളുപ്പമാണ്. എന്നാൽ രാജാവ് കണ്ട സ്വപ്നം അതേപോലെ പറയുവാനായി അവൻ ജ്ഞാനികളോട് ആവശ്യപ്പെട്ടു. അത് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമുള്ളൊരു കാര്യമാണ്. അത് അസാധ്യം നിറഞ്ഞൊരു കാര്യമാണ്. ആ ജ്ഞാനികൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ എന്താ ഈ പറയുന്നത്? സ്വപ്നം ഞങ്ങളോട് പറ, ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാം. രാജാവ് പറഞ്ഞു, എന്റെ മുൻപിൽ നിങ്ങൾ അഭിനയം വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കഷ്ണം കഷ്ണമായി നിങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ വെട്ടിനുറുക്കും. അവര് വളരെ ഭയത്തോടും വിറയിലോടും കൂടെ രാജാവിനോട് പറഞ്ഞു. വാക്യം 10 വരികയാണ്. രാജാവേ, നിന്റെ ഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയും ഭൂമുഖത്തില്ല. ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നീ പറഞ്ഞത് നിറവേറ്റുവാൻ സാധ്യമല്ല. ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ കണ്ട ഒരു സ്വപ്നം, എന്റെ മനസ്സിലുള്ള ആ കാര്യം, ഞാൻ കണ്ട കാര്യം, അത് നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞാൽ അത് എളുപ്പമല്ല. ഒരു മനഃശാസ്ത്രത്തിനും അത് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ ഒരു യന്ത്രവും ഒരു മെഷീനും ഇതിനു വേണ്ടി കണ്ടുപിടിച്ചിട്ടില്ല. അതെങ്ങനെ സംഭവിക്കും? ഈ സ്വപ്നം എങ്ങനെ പറയും? ചിലപ്പോൾ രാജാവ് ഇത് മറന്നുപോയി കാണും. അവര് പറഞ്ഞു, ഈ ഭൂമുഖത്തിൽ ആരെ കൊണ്ട് സാധ്യമല്ല. അവരൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. വാക്യം 11, രാജാവ് ആവശ്യപ്പെടുന്ന ഈ കാര്യം വളരെ ദുഷ്കരമാണ്. ഇത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അവരാകട്ടെ ഈ ഭൂമിയിൽ ഇല്ലതാനും. ദേവന്മാരാണെങ്കിൽ ഈ ഭൂമിയിൽ ഇല്ല. ദേവന്മാർക്കല്ലാതെ, അതുല്യമായ ദൈവശക്തിയുള്ളവർക്കല്ലാതെ രാജാവ് പറഞ്ഞ ഈ കാര്യം ചെയ്യുവാൻ സാധ്യമല്ല. രാജാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ കൊന്നുകളയും. നമ്മൾ മനസ്സിലാക്കുക, ബാബിലോൺ സാമ്രാജ്യത്തിലെ ജ്ഞാനികള് ഒരു വലിയ പ്രതിസന്ധിയിലായി. ഈ വിവരം ദാനിയേൽ അറിഞ്ഞു. 14-ാം വചനത്തോട്ട് വരുമ്പോൾ അവിടെ കാണുവാൻ പറ്റും, ബാബിലോൺ രാജാവിന്റെ രാജസേനാനിയായ അരിയോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ സേനാനിയോട് ദാനിയേൽ വിവരങ്ങളെല്ലാം ചോദിച്ചു. അരിയോക്ക് ഈ വിവരങ്ങളെല്ലാം ദാനിയേലിനെ ധരിപ്പിച്ചു. ദാനിയേൽ എന്താ ചെയ്തെന്നറിയോ? ദാനിയേലിന്റെ ഈ ധൈര്യവും ഈ തന്റെ ഇടവും, അത് ഈ കാലഘട്ടത്തിലെ സഭാമക്കൾക്കുണ്ടായാൽ എത്രയോ അനുഗ്രഹപ്രദമാണ്. ഈ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷകർക്കുണ്ടായാൽ, അഭിഷിക്തന്മാർക്കുണ്ടായാൽ, സമർപ്പിതർക്കുണ്ടായാൽ ഈ തലമുറ നിശ്ചയമായും ദൈവരാജ്യത്തിനായി സ്വാധീനിക്കപ്പെടും. ദാനിയേലെ അവൻ രാജാവിന്റെ സന്നിധിയിലേക്ക് എത്തി. വാക്യം 16 പറയാണ്, നെബൂഖദ്നേസർ രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ തനിക്ക് അല്പം സമയം തരണമെന്ന് അവൻ അപേക്ഷിക്കുകയാണ്. രാജാവേ, നീ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ഞാൻ പറയാം. എനിക്ക് അതിനുള്ള കുറച്ച് സമയം വേണം. എന്തോരം ഒരു വെല്ലുവിളിയാണ് ദാനിയേൽ ഏറ്റെടുത്തത്. എന്തുകൊണ്ടാണ് ഇതുപോലൊരു വെല്ലുവിളി ദാനിയേൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞത്? അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയുകയാ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അസാധ്യതകൾ സാധ്യതകളായി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ! ഞാൻ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ വെല്ലുവിളികളെ ആനന്ദത്തോടെ സ്വീകരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അസാധ്യതകളെ നോക്കി പുഞ്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അപ്രകാരമായി അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെയാ ഇത്രയും വലിയൊരു വെല്ലുവിളി
രാജസന്നിധിയിലെത്തി ദാനിയേൽ ഏറ്റെടുത്തത്. അവന് ഉറപ്പുണ്ടായിരുന്നു, രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ ദൈവത്തിനെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദര സഹോദരി, ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും. ഹല്ലേലൂയ. ദാനിയേലെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അവൻ അവന്റെ സ്ഥലത്ത് തിരിച്ചെത്തി. ദാനിയേലിന് അവിടെ ഒരു ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഒരു ചെറിയ കൊച്ചു പ്രാർത്ഥന ഗ്രൂപ്പ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോഡ് ഗ്രൂപ്പ്, ഒരു സെൽ ഗ്രൂപ്പ്. ഒരു 4 പേരുണ്ട്, ദാനിയേൽ അടക്കം 4 പേര്. അവരടുത്ത് ചെന്ന് ദാനിയേല് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? 17ാമത്തെ വാക്യം. അവന്റെ സ്നേഹിതരാണ്, അവരുടെ പേരാണ് അസറിയ, ഹനാനിയ, മിഷായേൽ. അവരുടെ അടുത്ത് ചെന്ന് ബാബിലോൺ രാജ്യത്തിലെ ജ്ഞാനികൾ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ചും രാജ്യത്തുണ്ടായിരിക്കുന്ന ആ സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം ദാനിയേൽ അവരെ അറിയിച്ചു. ദാനിയേൽ പറഞ്ഞു, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇവിടെയാണ് പ്രാർത്ഥനയുടെ സാധ്യത വെളിപ്പെടുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രാർത്ഥനയുടെ സാധ്യത ഇവിടെയാണ് വെളിപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനായി ആരംഭിക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാത്തതായ ഒരു കാര്യവുമില്ല, നടക്കാത്തതായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രവാചകനായ ജെറമിയായിലൂടെ ദൈവം പറഞ്ഞു, 33-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ അവിടെ എന്താ ദൈവം പറഞ്ഞത്? നീ എന്നെ വിളിക്ക്, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. നീ എന്നെ വിളിക്ക്. അതാണ് പ്രാർത്ഥന. ഇവിടെ നീ അതാ സംഭവിക്കാൻ പോണേ. പ്രിയ ദൈവമക്കളെ, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടോ സഹോദര, ഉണ്ടോ സഹോദരി? ഈ സമയം പ്രാർത്ഥനയുടെ സാധ്യതയുടെ മഹത്വം നീ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ ആരംഭിക്കേ. കർത്താവിന്റെ കരം അതിന്മേൽ നീട്ടപ്പെടുകയാണ്. ഇവിടെ ദാനിയേലിന് ബോധ്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്ന് രാത്രി അവരൊരു ജാഗരണ പ്രാർത്ഥന ചെയ്തു. നൈറ്റ് വിജില്. ഒരു മുട്ടുകുത്തി 4 പേരും കരങ്ങൾ കോർത്തു പിടിച്ച് ജീവിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? അന്ന് രാത്രിയിൽ ദർശനത്തിൽ ഇതാ ദാനിയേലിന് കാര്യം കർത്താവ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ചില ഈ കളികളൊക്കെ കാണുമ്പോൾ അതിന്റെ റീപ്ലേ വരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്ക്രീൻ അങ്ങ് ഇറങ്ങി വരികയാ. ഒരു സ്ക്രീൻ ഇറങ്ങി വരികയാ. ആ സ്ക്രീനിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ദൈവം കൃത്യമായി ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാ. ദാനിയേല് ഈ സ്വപ്നം കൃത്യമായിട്ട് കാണുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കുക ദൈവമക്കളെ. ലോക ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ദാനിയേലിന് ബോധ്യമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ആ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ദാനിയേലിനുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആത്മാവിൽ ഈ ഉറപ്പാണ് വേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യതകൾ സാധ്യതകളായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ സൂത്രത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്, ഇനിയും വെളിപ്പെടാത്ത ഒരുപാട് സാധ്യതകൾ മറഞ്ഞിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിയേ, ആ സാധ്യതകളൊക്കെ ഈ കാലഘട്ടത്തിൽ മറനീങ്ങി കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാ. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിൽ നമ്മൾ ചിലത് കണ്ടിട്ടേ പോകൂ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ മാത്രം കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അല്ലാത്തവരൊക്കെ മിണ്ടാതിരിക്കുക. പ്രിയമുള്ളവരെ, 2:28 പറയാണ്, രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് 31 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. ദാനിയേൽ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു. ഇത് കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ആ
കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധിപൻ അവൻ സടകുടഞ്ഞെഴുന്നേറ്റു, അവൻ ചാടി എഴുന്നേറ്റു. അവൻ എന്താ ചെയ്തത്? വാക്യം 46, ദാനിയേലിന് മുമ്പിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ദാനിയേൽ വന്നിട്ടു കാഴ്ചയും ധൂപവും അവന് വേണ്ടി അർപ്പിക്കാൻ രാജാവ് കൽപ്പിച്ചുകൊണ്ട് രാജാവ് സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇന്ന് ഭരണകൂടങ്ങളിൽ, അത് രാഷ്ട്രീയ നേതാക്കളിൽ, ഭരണാധികാരികളിൽ ഇതുപോലത്തെ അഭിഷേകം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവദാസന്മാരെ ഈ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരണം. ഇതാ കർത്താവ് ആഗ്രഹിക്കണേ. നെബൂഖദ്നേസർ രാജാവ് ചാടി എഴുന്നേറ്റുകൊണ്ട് രാജാവ് പറഞ്ഞു, ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, 47-ാമത്തെ വാക്യം, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ്. എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവത്തെ രാജാവ് ആ സാമ്രാജ്യത്തിൽ മഹത്വപ്പെടുത്തുകയാ. പ്രിയമുള്ളവരെ, ദാനിയേലിനെ അവിടെ സ്ഥാനക്കയറ്റം കിട്ടുകയാ. ദൈവത്തിനായി അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ദാനിയേലിന് കഴിയുകയാ. ഈ യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിൽ സഭാമക്കളായി നമ്മളും തിരിച്ചറിയുക. പ്രാർത്ഥനയുടെ സാധ്യതയെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. മക്കളെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകം ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്ന വലിയ ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കുവാനായി അതിയായി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് അതിനായി നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 പരമപരിശുദ്ധനായ ദൈവമേ, ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വരുവാൻ ഞങ്ങൾ അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ സാധ്യതയെക്കുറിച്ച്. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇരു കരങ്ങളും ഈശോയുടെ തിരുമുൻപിലേക്ക് യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. ഹൃദയ നുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതാ പ്രാർത്ഥനയുടെ ആത്മാവായി വെളിപ്പെടുകയാ. ഇതാ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, അഭിഷേകിക്കുന്ന ശക്തി, അനുഗ്രഹിക്കുന്ന ശക്തി ആരെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ദിവ്യകാരുടെ ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ അനേകം ബന്ധനങ്ങൾ അണിയുന്നു, മുഖങ്ങൾ ഒടിയുന്നു, ഭാരങ്ങൾ മാറുന്നു. വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവെ വെളിപ്പെടുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അഭിഷേകത്തെ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ
വാക്കുകളെ സ്ഥിരീകരിക്കണമേ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവശക്തിയെ പകരുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി. What is faith? എന്താണ് വിശ്വാസം? ലോകത്തിന്മേലുള്ള വിജയമാണ്